നമസ്കാരം, വെൽക്കം ടു ഐഷൂസ് ഡാൻസ് സ്റ്റുഡിയോ. ഞാൻ ഐശ്വര്യ ദിലീപ്. ഇന്ന് ചരണത്തിൽ നമ്മൾ വർണ്ണം ചെയ്ത് നമ്മളിപ്പോൾ ചരണം ഫസ്റ്റ് സ്വരം അതിൻ്റെ സാഹിത്യം വരേക്കുമാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചരണസ്വരം രണ്ടാമത്തെ സ്വരമാണ് ചെയ്യാൻ പോകുന്നത്. ഇനിയുമുണ്ട്, നമുക്കൊരു 2 സ്വരം കൂടെ അതിൻ്റെ സാഹിത്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ രണ്ടാമത്തെ ചരണസ്വരമാണ് ചെയ്യാൻ പോകുന്നത്. പലരും തന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാമിലും എല്ലാവരും അറിയിക്കുന്നുണ്ട് അവരുടെ അഭിപ്രായങ്ങളും സന്തോഷമൊക്കെ. ഞാൻ ഒത്തിരി ഇപ്പോൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കതും ഇഷ്ടപ്പെടുന്നു, കാണുന്നുണ്ട് എന്നൊക്കെ അറിയുന്നതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ ഇൻസ്റ്റഗ്രാം ID ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ റീൽസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചുമ്മാ നിങ്ങൾക്കും അതൊരു എൻ്റർടൈനിങ് ആയിരിക്കും. കുറച്ച് നിങ്ങളിപ്പോൾ ഇതേപോലെ നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം, പാട്ടുകൾ അപ്ലോഡ് ചെയ്യണം എന്ന് പറയുന്നവർക്ക് പല സോങ്സും നിങ്ങൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. ആ പല സോങ്സും എനിക്ക് തോന്നുന്നു ഞാൻ മാക്സിമം ഇത് റീൽസായിട്ടും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും പോയി കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അവിടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ സെക്കൻഡ് സ്വരം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ സെക്കൻഡ് താതേതേയ പഠിച്ചിട്ടുണ്ട്. ആ താതേതേയ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ചെയ്യണം. അരമണ്ഡലത്തിൽ തക്ക തിമ്മി തക്ക ജണ്ണു തക്ക തിമ്മി തക്ക ജണ്ണു നമ്മൾ 2 സൈഡിലേക്കും ചെയ്തു. ഇനി ഇവിടെ നിന്ന് നമ്മൾ കോർവേ അടവ് പഠിച്ചിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ ഈ തത്തേതാം 5, 6 2 നോർമലി ഇങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യാസം പെട്ടിട്ടുള്ള 2. അതിലെ 6ാമത്തെ അതിൻ്റെ സ്റ്റാർട്ടിങ് വന്ന് എങ്ങനെയായിരുന്നു? നമ്മൾ അരമണ്ഡലത്തിലേക്ക് തത്തേ താം മുഴുമണ്ഡലം ഇരിക്കലായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ മുഴുമണ്ഡലത്തിലേക്ക് പോകണ്ട, അരമണ്ഡലത്തിലേക്ക് തന്നെ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ തത്തേ താം കുതിക്കണം, കാലിൽ കുതിച്ച് നിൽക്കുക. എന്നിട്ട് അത് ഇപ്പോൾ നമ്മൾ തത്തേ താം ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് തെയ്ഹ തെയ്ഹി, സെക്കൻഡ് തെയ്ഹ തെയ്ഹിയുടെ ഈ മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മൾ കുറേ അടവുകളുടെ കുറച്ച് പോർഷൻ എടുത്തൊരു ക്ലബ് ചെയ്യുകയാണ് നമ്മളിവിടെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഈ തത്തേ താമിൻ്റെ ജസ്റ്റ് സ്റ്റാർട്ടിങ് മാത്രം നമ്മളെടുത്തു. തത്തേ താം തെയ്ഹ തെയ്ഹി. ദെൻ ലാസ്റ്റ് തെയ്ഹ തെയ്ഹി ചെയ്യുക. തെയ്ഹ തെയ്ഹി ധിത്തൈ ധിതിത്തൈ. ധിത്തൈ ധിതിത്തൈയൊക്കെ ഇതൊക്കെ നമ്മൾ ചെയ്ത അടവുകളാണ്. അപ്പോൾ ഇനിയും കാലിൻ്റെ മൂവ്മെൻറ്റും കൈയും ഒക്കെ സെപ്പറേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു സെറ്റ് ഫസ്റ്റ് നമ്മൾ ചെയ്തത് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ നമുക്ക് ഒരുമിച്ച് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ താതേ തെയ്യ ചെയ്തു. താതേ തെയ്യ ധിത്തൈ തെയ്യ താതേ തെയ്യ ധിത്തൈ തെയ്യ തത്തൈ താം തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി ധിത്തൈ ധിതിത്തൈ എന്ന് ചെയ്തു. ഇനി ഇത് തന്നെ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എവിടെ നിന്ന്? ഈ തത്തേ താം ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ തത്തേ താം തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി ധിത്തൈ ധിതിത്തൈ. അപ്പോൾ നമ്മൾ താതേ തെയ്യ ധിത്തൈ തെയ്യ താതേ തെയ്യ ധിത്തൈ തെയ്യ ചെയ്തിട്ട് തത്തേ താം തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി ധിത്തൈ ധിതിത്തൈ തത്തേ താം തെയ്ഹ തെയ്ഹി തെയ്ഹ തെയ്ഹി ധിത്തൈ ധിതിത്തൈ എന്ന് ചെയ്തു. ഇനി നമ്മൾ തജ്ജം, നമ്മുടെ ഉത്പ്ലവന അടവിലൊക്കെ നമ്മൾ ചെയ്യുന്ന തജ്ജം എന്നുള്ള സൈഡിലേക്ക് സ്വസ്തികത്തിൽ ജമ്പ് ചെയ്യുന്നു. ആ അടവ് നമ്മൾ ഇവിടെ കണക്ക് വരുന്നത് റൈറ്റ് സൈഡിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ തക്കിത്ത, ലെഫ്റ്റിലേക്ക് വരുമ്പോൾ തക്ക ധിമ്മി. പക്ഷേ മൂവ്മെൻറ്റ് ഒന്ന് തന്നെ, കണക്ക് മാത്രം വ്യത്യാസമുണ്ട്. അപ്പോൾ എങ്ങനെ വരും എന്ന് വെച്ചാൽ തക്കിട്ട തക്ക ധിമ്മി എന്ന് വന്നു. അപ്പോൾ തജ്ജം ത ജം എന്ന് വരും. ഓക്കെ, കൈ വന്നിട്ട് മേളിൽ എങ്ങനെ അലപത്മം കടകാമുഖം. ഓക്കെ, അപ്പോൾ തക്കിട്ട തക്ക ധിമ്മി. ഇനി ഇവിടെ നിന്ന് തീർമാനടവ് വരുന്നത് ദിതി തൈ തൈ ദിതി തൈ 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 ദിതി തൈ. കിടക്കടത്തവും നമ്മൾ ചെയ്യാറുണ്ട് നോർമലി. അതേ അടവ് തന്നെ. ഫസ്റ്റ് റൈറ്റിൽ ദിതി തൈ തൈ ദിതി തൈ 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 ധിത്തി തൈ എന്ന് വന്നു. അപ്പോൾ ഇതുവരേക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാനൊന്നുകൂടെ പറയാം. നമ്മളിപ്പോൾ ആദ്യം താതേ തെയ്യ ചെയ്തു.
താ തേ തെയ്യ തിത്തൈ തെയ്യ താ തേ തെയ്യ തിത്തൈ തെയ്യ തത്തേ താം തെയ് ഹാ തേഹി ഹാ തേഹി തൈ തൈ തിത്തി തൈ. ഇത് ലെഫ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ തക്കിട്ട തക്ക ധിമ്മി ജമ്പ് ചെയ്തു രണ്ട് സൈഡിലേക്കും. തക്കിട്ട തക്ക ധിമ്മി. പിന്നെ തീർമാനടവ് ദിതി തൈ തൈ ദിതി തൈ 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 ദിതി തൈ. എവിടെയും ഗ്യാപ്പില്ല. ദിതി തൈ തൈ ദിതി തൈ 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 ദിതി തൈ ത. ഇവിടെ നമ്മുടെ സ്വരം തീരുന്നു. സ്വരം തീർന്നാൽ ആസ് യൂഷ്വൽ നമ്മുടെ അറുതി വരും. തക്ക ധിമ്മി ദിതി തൈ തൈ ദിതി തൈ ദിതി തൈ തൈ ദിതി തൈ ദിതി തൈ. തക്ക ധിമ്മി പോയി. അതിനുശേഷം ആനന്ദ ഭൈരവി ബാക്കിലേക്ക് അടിച്ചു പോവുക. അതിനുശേഷം സാഹിത്യം നമ്മളിപ്പോൾ ഇതുവരേക്കും ചെയ്തു. ഇനി നമുക്ക് ചരണത്തിലെ 1-2 സ്വരങ്ങളും സാഹിത്യങ്ങളും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ വരുന്ന എപ്പിസോഡുകളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യും. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുൾ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ്. കുറേ പേര് അതിൽ സംശയം ചോദിക്കുന്നുണ്ട്, ഇത് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുമോ ഫുൾ വീഡിയോ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എന്നുള്ളത്. 100% ഷുവറായിട്ടും നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്. ഫുൾ വീഡിയോ നിങ്ങൾക്ക് തരും. നമ്മളിപ്പോൾ അലാരിപ്പ് മുതൽ അങ്ങനെ തന്നെയാണ് ചെയ്തത്. ട്യൂട്ടോറിയൽ കഴിഞ്ഞതിന് ശേഷം ഫുൾ വീഡിയോ തരുന്നു. അപ്പോൾ നിങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനെ അടവുകൾ മനസ്സിലാക്കി വയ്ക്കുക. എന്നിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു, ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ലൈക്ക് ഞങ്ങൾക്കത് ലാസ്റ്റ് ഒരുമിച്ച് കളിച്ചിട്ട് ഒരു വീഡിയോ ഇടുവാണെങ്കിൽ അന്നന്ന് എടുത്ത പോർഷൻസ് കുറച്ചുകൂടെ ക്ലിയർ ആവുന്നു. പക്ഷേ അങ്ങനെയും കൂടെ തരുമ്പോൾ ഇപ്പോൾ നമ്മുടെ ടീച്ചേഴ്സൊക്കെ നമുക്കെല്ലാം ഇതേപോലെ ലൈക്ക് ഒരു സ്പൂൺ ഫീഡിങ് ചെയ്യില്ല. അതൊക്കെ പണ്ട് കുട്ടികൾക്ക് ചെയ്തു കൊടുക്കും. പിന്നെ അതുപോലെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഓക്കെ. പക്ഷേ കുറച്ചും കൂടെ മുതിർന്നവരെന്താ ചെയ്യേണ്ടത്, നമ്മൾ അതിന് വേണ്ടി ഹോംവർക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് അതിലൊരു റിസൾട്ട് ഉള്ളൂ. ഒന്നാമത് ഇപ്പോൾ നിങ്ങളൊക്കെ ഇപ്പോൾ ഇത് ഫോളോ ചെയ്യുന്നവർ ഓൺലൈനിലൂടെയാണ് പഠിക്കുന്നത്. ഈ വീഡിയോസ് കണ്ടിട്ട് പഠിക്കുന്നു. അപ്പോൾ നമുക്കൊരു ഗുരുവിൻ്റെ അടുത്ത് പോയി പഠിക്കുന്ന ഒരു ഇതും നമുക്ക് എക്സ്പീരിയൻസും ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കെല്ലാം ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ സ്പൂൺ ഫീഡിങ് പോലെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഐഡിയ ഇല്ലാതെ കോപ്പി പേസ്റ്റ് അങ്ങനെ ഒരു ലെവലാവും. അപ്പോൾ നിങ്ങളുടെ ഐഡിയ അവിടെ ഒന്നും തന്നെ വളരാനായിട്ടുള്ള ഒരു സാധ്യതയും അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ട്യൂട്ടോറിയൽ തരുമ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് വർക്ക് ചെയ്ത് നോക്കൂ. നിങ്ങൾ ആ ട്യൂട്ടോറിയൽ നോക്കിയിട്ട് ഓക്കെ ഈ ലൈൻ ഇപ്പോൾ ഈ അടവ് കഴിഞ്ഞ് ഈ അടവാണ് വരുന്നത്, ഒരു നോട്ട് നിങ്ങൾ എന്താ പറയുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുക. വർണ്ണത്തിൻ്റെ സ്റ്റാർട്ടിങ് ഇപ്പോൾ ജതി, ത്രികാല ജതി, അതിൻ്റെ കണക്കുകളും അടവും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ത്രികാല ജതി എഴുതുക. അത് കഴിഞ്ഞ് ഫസ്റ്റ് അറുതിയുടെ കണക്ക്, അത് കഴിഞ്ഞിട്ട് അഭിനയം, അങ്ങനെ ഒരു നോട്ട് ഉണ്ടാക്കുക. എപ്പോഴും നമുക്ക് എഴുതിയ ഒരു റെക്കോർഡ് പോലെ സൂക്ഷിച്ചാലും അത് വളരെയധികം നല്ലതാണ്. കാരണം നിങ്ങൾ വൺസ് ഇത് മറന്നു പോവുകയാണെങ്കിൽ കുറേ കാലം കഴിഞ്ഞിട്ട് നിങ്ങൾക്കത് യൂസ് ചെയ്യും. അതൊന്ന് എടുത്ത് നോക്കിയാൽ മതിയായിരിക്കും. അപ്പോൾ ഓരോ കൈകളും ഇതെന്താണ്, ഓരോ കാലിന് എന്താണ് അവിടെ കൈ ചെയ്യുന്നത്. അങ്ങനെ അഭിനയമാണെങ്കിലും ഫസ്റ്റ് ലൈൻ അഭിനയം മായേ എന്ന് തുടങ്ങുന്ന ഫസ്റ്റ് ലൈൻ അഭിനയം ഇത്. അത് കഴിഞ്ഞ് സെക്കൻഡ് ലൈൻ റിപ്പീറ്റ് ചെയ്യുമ്പോൾ സെയിം ലൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഹസ്തം മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ലൈക്ക് മൂവ്മെൻറ്റ്സ് മാറ്റുന്നുണ്ട്. അപ്പോൾ ആ ചേഞ്ച് എന്താണോ അതെങ്ങനെ ഓരോ ലൈൻ ബൈ ലൈൻ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങളൊരു റെക്കോർഡ് ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങളതിനു വേണ്ടി വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അത് ആ ഒരു മെമ്മറി എപ്പോഴും അത് മനസ്സിലുണ്ടാവും. ഓക്കെ, അത് മറന്നു പോകാൻ ചാൻസ് ഇല്ല. പലരും എൻ്റെ അടുത്ത് പറഞ്ഞു തിയറി നോട്ട്സ് എഴുതുന്നുണ്ടെന്ന്. അതുപോലെ അടവുകളും ഒക്കെ എഴുതി വെച്ചോളൂ. അപ്പോൾ നിങ്ങൾക്കൊന്നും മറന്നു പോവില്ല. എല്ലാ ഐറ്റം അലാരിപ്പ് മുതൽ ചത്തിസ്വരം, ശബ്ദം, ഇപ്പോൾ വർണ്ണം എല്ലാം അങ്ങനെ തന്നെ ചെയ്തോളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് എപ്പോഴും ഒരു സേഫായിട്ടൊരു റെക്കോർഡും ഉണ്ടാവും, നിങ്ങൾ മറന്നു പോവില്ല. അപ്പോൾ ഈ ചരണസ്വരം, രണ്ടാമത്തെ ചരണസ്വരം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതുപോലെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ, ഈ ലോക്ക്ഡൗണിൽ എല്ലാവരും സേഫായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അവരവരുടെ വീടുകളിൽ ഇരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ഒരു സമയത്ത് സേഫായിട്ടിരിക്കുക. ഈ ലോക്ക്ഡൗൺ കാരണം നമ്മൾ എല്ലാം ഇൻഡോർ തന്നെ, നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഈ പരിസരവും വീടും പരിസരവും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് കഴിയുന്നവരേക്കും ലോക്ക്ഡൗൺ എല്ലാം പഴയ പോലെ ആവുന്നത് വരേക്കും നമുക്ക്
ഇതിനുള്ളിൽ തന്നെ നിന്നിട്ടുള്ള ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ഇതിന് ശേഷം നമ്മൾ എന്തായാലും നിങ്ങൾക്ക് ക്ലാസ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് കുറച്ചുകൂടെ നിങ്ങൾക്ക് ആസ്വദിച്ച് പഠിക്കാനായിട്ട് നമ്മൾ ഔട്ട്ഡോർ പോയി ചെയ്യുന്നതായിരിക്കും. പിന്നെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം ടൈം നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ സേഫായിട്ട്. സോ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു.